വാട്സ്ആപ്പ് യൂട്യൂബ്. അപ്പം എല്ലാവർക്കും ഹോണ്ട CB200Xൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് റിവ്യൂ ചെയ്യാൻ ചോദിച്ചൊരു ബൈക്കാണിത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലോണം ഓടിക്കാൻ കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഈ വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, വേറെ ഒരു വണ്ടിയും മനസ്സിലില്ല, വേറൊരു വണ്ടിയും ചോയ്സ് ലിസ്റ്റിലേ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ ഈ വണ്ടി പോയി വാങ്ങാം. നല്ല വണ്ടിയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ വേറെ ചില വണ്ടികളായിട്ട് കൺഫ്യൂസ്ഡ് ആണ്, അതായത് വേറെ ഏതെങ്കിലും 150cc അല്ലെങ്കിൽ 200cc അതല്ലെങ്കിൽ എക്സ്പൾസ് ആയിട്ടോ ഇത് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഈ വീഡിയോ മുന്നോട്ടേക്ക് കാണാം. കാരണം ഈ വണ്ടി ഞാൻ കയ്യിൽ വെച്ചിട്ട് ഞാൻ ഇതിന് മുകളിൽ അത്യാവശ്യം ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്ത് നോക്കി. അതായത് ഓഫ് റോഡ് ഓടിക്കുക, റോഡിൽ ഓടിക്കുക, ഹൈവേയിൽ ടൂർ ചെയ്ത് നോക്കുക. അപ്പം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് മാത്രമാണ് ഓപ്ഷൻ വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നല്ല ബൈക്കാണ്, ഹോണ്ടൻ്റെ ബൈക്കാണ്, ഒരിക്കലും ആ വണ്ടി അങ്ങനെ മോശമായി പോകില്ല. അപ്പോൾ യു ഗോ ഹെഡ് ആൻഡ് ബൈ ഇറ്റ് എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു 200cc ബൈക്കാണ്. 200cc ബൈക്കാണെങ്കിൽ പോലും ഇതിൻ്റെ സ്റ്റൈലിംഗ് എന്ന് പറയുന്ന അത്യാവശ്യം ഒരു ബിഗ് ബൈക്ക് ഫീലാണ്. അതായത് ഈ ഒരു ഭാഗം ശരിക്കും പറഞ്ഞാൽ ഇത് ഹോർണറ്റ് 2.0 എന്ന ബൈക്കിൻ്റെ അതേ എഞ്ചിനും ബാക്കി ഭാഗങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. പക്ഷേ ഹോണ്ട ശരിക്കും പറഞ്ഞാൽ സ്റ്റിക്കറിങ് ചെയ്യാൻ വളരെ നല്ല ആൾക്കാരാണ്. കണ്ടില്ലേ, ഈ ഭാഗവും ആ പ്ലാസ്റ്റിക്സ് എല്ലാം തന്നെ വളരെ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര സ്റ്റൈലാണ് കാണാൻ വണ്ടി, നല്ല റോഡ് പ്രസൻസ് ആണ് കാണാൻ വണ്ടിക്ക്. അത് മാത്രമല്ല, ഈ വെച്ചിരിക്കുന്ന പുതിയ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും എത്ര സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ വൈബ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര സ്റ്റഡി ആയിട്ടാണ്. ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് സൂപ്പറാണ് വണ്ടീൻ്റെ മുകളിൽ. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. പിന്നെ ഹെഡ്ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതാണ് സെയിം ഹെഡ്ലൈറ്റ് നമ്മൾ ഹോർണറ്റ് കണ്ടത്. പിന്നെ നൈറ്റിൽ ഓടിക്കുന്ന ഒരു സമയത്ത് വിസിബിലിറ്റി അത്രയ്ക്ക് പോരാന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ വിസിബിലിറ്റി വേണം. നക്കിൾ പ്രൊട്ടക്ടർ കൊടുത്തിട്ടുണ്ട്, അതിനകത്താണ് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് ഇൻഡിക്കേറ്റർ വരുന്നത്. അതെല്ലാം ഭയങ്കര നൈസാണ്. നക്കിൾ പ്രൊട്ടക്ടറൊക്കെ വളരെ ക്വാളിറ്റിയോട് കൂടിയുള്ളൊരു സാധനമാണെന്ന് ഫീൽ ചെയ്യും. അതേ ഞാൻ പറഞ്ഞത്, മൊത്തത്തിൽ ബിൽഡ് ക്വാളിറ്റി ഭയങ്കര നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന ഒരു വിൻവൈസർ ഓൾമോസ്റ്റ് ഒരു 80 കിലോമീറ്റർ അല്ലെങ്കിൽ 85 കിലോമീറ്റർ വരെയൊക്കെ നല്ല രീതിയിൽ വിൻ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വരാണെങ്കിൽ കുറച്ചുകൂടെ റേസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ടാങ്ക് പോലെ ഫീൽ ചെയ്യും. എഗെയിൻസ്റ്റ് സ്റ്റിക്കറിങ് ചെയ്യാൻ ഹോണ്ടനെ കഴിഞ്ഞിട്ടുള്ളൂ, കളിയൊക്കെ അതെല്ലാം നല്ല രീതിയിൽ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു ഫീൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ ഹോണ്ട 2.0ൻ്റെ കുറേ എലിമെൻറ്റ്സ് ഒക്കെ കാണാൻ പറ്റുന്നത്. അതായത് ബേസിക്കലി അതേ എഞ്ചിൻ തന്നെ 200 എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഇതൊരു 186cc എഞ്ചിനാണ്. അപ്പം ഒരു 150cc ലേശം കൂടെ പവറും ടോർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ്. പിന്നെ സീറ്റ് കുറച്ചുകൂടെ റീഡിഫൈൻഡ് ആണ്. അത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലെങ്കിലും സീറ്റ് കുറച്ചുകൂടെ ഒന്ന് റീഡിഫൈൻഡ് ആണ്. ഡിസ്ട്രാക്ഷൻസ് CBR 650R ആണ് പോയത് വിത്ത് ആക്ര. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. അപ്പോൾ നമുക്ക് ബാക്ക് ടു ദ പോയിന്റ്. സീറ്റിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. സീറ്റ് കുറച്ചുകൂടെ ലോങ് ആയിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ടാപ്പഡ് ഫീലാണ്. അതായത് ഒരുപാട് സീറ്റ് ഹൈറ്റ് തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത പോലെ തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. നിതമ്പൊക്കെ കംപ്ലീറ്റ്ലി സേഫാണ്. ഇത്രയും ഓടിച്ച് വെച്ചിട്ട് എനിക്ക് നിതമ്പങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഭയങ്കര കംഫർട്ടാണ്. പില്യൻ സീറ്റും അതുപോലെ തന്നെയാണ്. ആ ഗ്രാബ് റെയിലിൻ്റെ പ്ലേസ്മെൻ്റ് ആയാലും അത്യാവശ്യം നല്ല രീതിയിലാണ്. പില്യൻ സീറ്റ് ടു പില്യൻ ഫുഡ് പെഗ് നോക്കിയാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ നീ സ്പേസ് നല്ലോണം ഉണ്ട്. അതായത് ഇൻ കേസ് നിങ്ങളെ പില്യൻ എന്ന് പറയുന്ന ആൾ കുറച്ച് തടിച്ചുള്ള ആളാണ്, അതല്ലെങ്കിൽ ടോളായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും കുറേ കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കാണ്. പിന്നെ ബാക്ക് സൈഡിലേക്ക് വന്നാൽ ടിപ്പിക്കലായിട്ടുള്ള നമ്മുടെ ഹോണ്ട 2.0 കാണുന്ന രീതിയിലുള്ള ആ ഒരു ടെയിൽ സെക്ഷനാണ് കാണുന്നത്. പിന്നെ ഇപ്പുറ സൈഡിലേക്ക് വരുന്നൊരു സമയത്ത് ഒരു സാരി ഗാർഡ് കാണാം. ഒരുവിധം നീറ്റ്ലി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു സാരി ഗാർഡാണ്. അതായത് പൊതുവേ സാരി ഗാർഡ് ഡിസൈൻ ചെയ്ത് കുളമാക്കാറാണ് പതിവ്, പക്ഷേ ഇതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടീൻ്റെ മുകളിൽ നിന്ന് കയറി നോക്കാം, വണ്ടീൻ്റെ ഫീൽ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇതിൻ്റെ ഹാൻഡിൽ ബാർ ഹോർണറ്റായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സമയത്ത് കുറച്ചുകൂടെ പൊങ്ങിയിട്ടുണ്ട്, കുറച്ചുകൂടെ അടുത്തേക്കുമാണ്. അപ്പോൾ കുറേ കൂടെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം, നല്ല അപ്രൈറ്റ് ആയിട്ടിരിക്കാം. ഞാൻ പറഞ്ഞു, ഈ വിൻവൈസർ ഒരു 80 കിലോമീറ്റർ വരെയൊക്കെ നമുക്ക് വിൻ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഫുഡ് പെഗ് ഒട്ടും അഗ്രസീവ് അല്ല, നേരെ താഴത്താണ് ഇരിക്കുന്നത്. പിന്നെ കീ ഇവിടെയാണ് വരുന്നത്. അപ്പം ഈ ഒരു ആംഗിളിൽ നിന്നും ഒരു വലിയൊരു ബൈക്കിൻ്റെ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ഹാൻഡിൽ ബാറിലെ സ്വിച്ചസിലേക്കൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ പാസ് സ്വിച്ച്, ഇവിടെ ഹൈ ബീം, ലോ ബീം, ഇവിടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, ഇത് ഹോണ്. ഇനി റൈറ്റ് സൈഡിൽ വരികയാണെങ്കിൽ എഞ്ചിൻ കിൽ സ്വിച്ച്, ഹസാർഡ് ലാമ്പ് സ്വിച്ച്, പിന്നെ ഇഗ്നിഷൻ. അത്ര തന്നെ. ഈ ഡാഷ് ഓൺ ആക്കി കഴിഞ്ഞാൽ ആക്ച്വലി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. സെയിം, അതായത് നമ്മൾ കണ്ട ഹോർണറ്റ് 2.0 കണ്ട സെയിം കാര്യങ്ങൾ തന്നെ. അതായത് ടാക്കോമീറ്റർ ഉണ്ട്, സ്പീഡോമീറ്റർ ഉണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഫ്യൂൽ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഒരു ടോട്ടൽ കിലോമീറ്റർ ഉണ്ട്, 2 ട്രിപ്പ് മീറ്റർ ഉണ്ട്, പിന്നെ ഒരു വോൾട്ടേജ് ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, ടൈം ഉണ്ട്. സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ ഇല്ല, സൈഡ് സ്റ്റാൻഡ് സെൻസർ ഇല്ല, ഒരു USB ചാർജിങ് പോർട്ട് ഇല്ല, പിന്നെ ട്രിപ്പ് ടു empty, ആവറേജ് സ്പീഡ്, ആവറേജ് മൈലേജ്, അങ്ങനെ ഇപ്പോഴത്തെ വണ്ടികളിൽ കണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ആക്ച്വലി ഇല്ല. അപ്പോൾ നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് വാങ്ങുന്നൊരു സമയത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. അപ്പം അതൊന്നും ഇല്ല. ടെക്നോളജി വൈസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ്. അത് മാത്രമല്ല, ഈ വണ്ടിക്ക് സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. അതായത് ഫ്രണ്ട് വീലിൽ മാത്രമേ ABS ഉള്ളൂ. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റെയർ വീല് ലോക്ക് ചെയ്ത് സ്ലൈഡ് ചെയ്തൊക്കെ കളിയാൻ പറ്റും. അപ്പോൾ ടെക്നോളജി വൈസ് നമ്മൾ കൊടുക്കുന്ന ഒരു കാശിന് അത്രത്തോളം ഇല്ലെന്നാണ് പറയുന്നത്, കമ്പയർ ചെയ്യുന്നൊരു സമയത്ത്, ബാക്കി വണ്ടികളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നൊരു സമയത്ത്. അപ്പം ഇനി വണ്ടി ഓടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇനി എക്സോസ്റ്റ് സൗണ്ട് കേൾക്കാനാണെങ്കിൽ വളരെ സട്ടിലായിട്ടുള്ളൊരു സൗണ്ടാണ്.
ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും വൈബ്രേഷൻ ഇല്ല. ഇതാണ് എന്നെ ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെടുത്തിയ ഒരു സംഭവം എന്ന് പറയുന്നത്. അതായത് വണ്ടി ഏത് സ്പീഡിൽ പോയാലും വൈബ്രേഷൻ ഇല്ല. പിന്നെ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും ഞാൻ ഒരുപാട് ഓഫ് റോഡിംഗ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഈ വണ്ടീൻ്റെ മുകളിൽ നിന്ന്. ശരിയാണ്, ഞാൻ ഓഫ് റോഡിംഗ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു വലിയൊരു ഓഫ് റോഡറല്ല. അത് ഞാൻ റോഡിലെത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ്. ഓക്കെ, റോഡിലെത്തുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് 2 കറക്കം കറങ്ങി നോക്കാം. റെയർ സ്ലൈഡ് ചെയ്തെടുക്കാം എന്നതാണ് ഇതിൻ്റെ മുകളിലൊരു കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഓഫ് റോഡിങ്ങിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഓക്കെ, നമ്മളിപ്പോൾ ഹൈവേ എത്തി. ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടം എൻഡ് ടോർക്ക് ഉണ്ട്, പവർഫുൾ ആയിട്ടുള്ള ഒരു മിഡ് റേഞ്ച് ഉണ്ട്, മോശമില്ലാത്ത രീതിയിലുള്ള ഒരു ടോപ്പ് എൻഡ് ഉണ്ട്, അതായത് ഫെയ്ഡ് ആയി പോകാത്ത രീതിയിലുള്ള ഒരു ടോപ്പ് എൻഡ്. പിന്നെ ഇതൊരു 5 സ്പീഡ് ഗിയർ ബോക്സിന് മുകളിലാണ് റൺ ചെയ്യുന്നത്. എനിക്കൊരിക്കലും 6 ഗിയർ വേണമെന്നൊന്നും തോന്നിയിട്ടില്ല. കാരണം 5th ഗിയർ അത്രത്തോളം ചോപ്പി ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. അതായത് ഓൺ ഓഫ് ട്രാൻസിഷൻ, ത്രോട്ടിൽ ഓൺ ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഒരുവിധം നോർമലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒട്ടും ജേർക്കി ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പം എഞ്ചിൻ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു റോഡ് ഗോയിങ് ബൈക്കിൻ്റെ അതേ എഞ്ചിൻ ട്യൂണിംഗ് ആണ് ഇതിനുള്ളത്. അതായത് നമ്മൾ ഹോണറ്റ് 2.0 കണ്ടിട്ടുള്ള സെയിം എഞ്ചിൻ. ഇനിയിപ്പോൾ എഞ്ചിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ പറയാം. ഈ വണ്ടി ആക്ച്വലി ഓടുന്നത് 10W30 എന്ന് പറയുന്ന ഗ്രേഡിലുള്ള ഓയിലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നിന്ന് സ്പോൺസർ ഉണ്ട്. അത് നമ്മുടെ സ്വന്തം സ്പോൺസറായ കാസ്ട്രോൾ പവർ 1 അൾട്ടിമേറ്റ് തന്നെയാണ്. അപ്പോൾ കാസ്ട്രോൾ പവർ 1 അൾട്ടിമേറ്റിനുള്ള 10W40 എന്ന് പറയുന്ന ഓയിലാണ്. അതായത് 5-in-1 സിന്തറ്റിക് ടെക്നോളജിയാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി ഓടിക്കുന്ന ഒരു സമയത്ത് കുറച്ചുകൂടെ, അതായത് ഏത് വണ്ടി ആവട്ടെ, കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ട് ഓടണം, അല്ലെങ്കിൽ ഹീറ്റിംഗ് കുറച്ചായിട്ട് ഓടിക്കണം, അതും അല്ലെങ്കിൽ കുറച്ചുകൂടെ പെർഫോമൻസ് വേണം എന്നൊക്കെ തോന്നുന്നുണ്ട്, എഞ്ചിൻ ഓയിൽ സ്വിച്ച് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫുള്ളി സിന്തറ്റിക് ആയിട്ടുള്ള ഓയിൽ നോക്കുക. ഈ പറയുന്ന കാസ്ട്രോൾ പവർ 1 അൾട്ടിമേറ്റിൻ്റെ 10W40 ഓയിൽ തന്നെയാണ് ഞാൻ എൻ്റെ ഓൺ മോട്ടോർ സൈക്കിളായിട്ടുള്ള ഹോണ്ട CBR 650R യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും എഞ്ചിൻ ഓയിൽ സ്വിച്ച് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലോ, അതല്ലെങ്കിൽ ഈ വണ്ടി തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് വേണം, ലോങ് ആയിട്ട് ഓടണം, ഒരുപാട് നേരം ഓടേണ്ട ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ യൂസ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുള്ളി സിന്തറ്റിക് ആയ കാസ്ട്രോൾ പവർ 1 അൾട്ടിമേറ്റ് നോക്കാം. അപ്പോൾ നമുക്ക് വണ്ടീൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. ഈ വണ്ടീൻ്റെ ഒരു ക്രൂസ് സ്പീഡ് എന്ന് ഞാൻ കാണുന്നത് ഒരു 80 കിലോമീറ്ററാണ്. ഇതിന് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു 115 കിലോമീറ്ററാണ്, 115 km/h ആണ് എൻ്റെ വെയിറ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഏതൊരു റൈഡറിനും ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പ് സ്പീഡ് അതാണ്. പക്ഷേ ഇന്നലെ ഒരു ലോങ് റോഡ് കിട്ടിയൊരു സമയത്ത് 129 വരെയൊക്കെ പോയി. അതും കുറച്ച് ഇറക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് പോയത്. അപ്പം വളരെ കംഫർട്ടബിളായിട്ട് ടൂർ ചെയ്യാനുള്ള ഒരു സ്പീഡ് എന്ന് പറയുന്നത് 80 to 90 ആണ്. പിന്നെ ഈ പറഞ്ഞ ടോപ്പ് എൻഡിലോ കാര്യങ്ങളോ ഒന്നും തന്നെ വൈബ്രേഷൻ ഇല്ല. അതാണ് ഹൈലൈറ്റ്. വണ്ടി ഭയങ്കര റിഫൈൻഡ് ആണ്. ഇനി എഞ്ചിൻ വിട്ട് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു സസ്പെൻഷൻ്റെ കാര്യം. സസ്പെൻഷൻ ആക്ച്വലി എനിക്ക് 2 രീതിയിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. ഇതെനിക്കൊരു ട്രൂലി ഒരു ഓഫ് റോഡ് മോട്ടോർ സൈക്കിളായിട്ട് തോന്നില്ല. ഇപ്പോൾ എന്നോട് ചോദിക്കും നിങ്ങളോട് ആരാ ഇത് ഓഫ് റോഡ് മോട്ടോർ സൈക്കിളാണെന്ന് പറഞ്ഞത്. ഈ 200X എന്നുള്ള പേര് തന്നെയാണ്. അതായത് ഈ X സീരീസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹോണ്ട തന്നെ പറയാതെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഓഫ് റോഡിങ് മോട്ടോർ സൈക്കിൾസ് ആണ്. അതായത് പാർട്ട്ലി ഓഫ് റോഡിങ്, ടൂറിങ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ബൈക്സ് ആണെന്ന്. അതാണ് 500X. 500X ഇസ് എ റിയലി നൈസ് മോട്ടോർ സൈക്കിൾ. അപ്പോൾ 200X എന്ന് ഇതിനെ വിളിച്ചതിന് ശേഷം ഇതിന് സെയിം സസ്പെൻഷനാണ് ഹോണ്ട കൊടുത്തിരിക്കുന്നത്, ഹോർനെറ്റിൻ്റെ. ഇത് ഓഫ് റോഡ് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു നോർമൽ 150cc ബൈക്കിന് മുകളിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ട്രാവൽ കിട്ടുന്നില്ല. ഈവൻ ഒരു സ്പീഡ് ബ്രേക്കർ കൂടെ ഓടുന്ന സമയത്ത് പോലും നമുക്ക് ആ ഒരു വണ്ടി ചാടുന്നത് അറിയാൻ പറ്റും. ഈ വണ്ടി ചാടുന്നതൊക്കെ എങ്ങനെ അറിയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ ഹമ്പുകളുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ കൂടെ ഓടുന്ന സമയത്ത് പോലും കുറച്ച് നല്ല ത്രോട്ടിൽ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ വണ്ടിയിൽ, അതായത് സസ്പെൻഷൻ പിടിക്കാത്തതുകൊണ്ട് വണ്ടീൻ്റെ ചെയിൻ ചാടുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അത് ചെയിൻ ലൂസ് ആയതുകൊണ്ടല്ല, നമ്മൾ കുറച്ച് ത്രോട്ടിലൊന്ന് നല്ലോണം കയറ്റി പിടിച്ചതുകൊണ്ടും ഹമ്പ് കുറച്ച് വലുതായതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു ഓഫ് റോഡ് സെൻട്രിക് ആയിട്ടുള്ള ഒരു സസ്പെൻഷനേ അല്ല. കുറച്ച് സസ്പെൻഷൻ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ വളരെ നല്ലൊരു ഓഫ് റോഡറാക്കി മാറ്റായിരുന്നു. പക്ഷേ റോഡ് യൂസിന് നോക്കുകയാണെങ്കിൽ കംഫർട്ടബിൾ ആണ്. അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. റെയർ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു മൈൽഡ് ആയിട്ടുള്ള രീതിയിലാണ്, മീഡിയം സെറ്റിംഗ്സിലാണ് ഇരിക്കുന്നത്. അതായത് അത്രയ്ക്ക് ടൈറ്റും അല്ല അത്രയ്ക്ക് സോഫ്റ്റും അല്ല എന്നുള്ളൊരു രീതിയിൽ. ഇനി ബ്രേക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രേക്സ് അത്യാവശ്യം നല്ലതാണ്, പിടിച്ചാലൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ബ്രേക്കിന് ABS ഉണ്ട്, റെയറിന് ABS ഇല്ല. അപ്പോൾ ഇത്രയും പ്രൈസ് കൊടുത്ത് വണ്ടി ഒരു വാങ്ങുന്നൊരു സമയത്ത് ഡുവൽ ചാനൽ ABS എക്സ്പെക്ട് ചെയ്തു. അതും റെയർ വണ്ടി നമുക്ക് ഓഫ് ആക്കാൻ പറ്റുന്ന രീതിയിൽ. പക്ഷേ അത് ഈ വണ്ടിയിലില്ല. ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 50-50 ടയറാണ് ഇതിന് മുകളിൽ നിന്ന്. റോഡിലും അത്യാവശ്യം നിൽക്കുന്നുണ്ട്, ഓഫ് റോഡിലും അത്യാവശ്യം നിൽക്കുന്നുണ്ട്. അതിലെനിക്ക് കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല. ഇനി ക്ലച്ച് ഫീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലച്ച് ഭയങ്കര ലൈറ്റാണ്. ഹോണ്ടയുടെ വണ്ടീൻ്റെ എല്ലാ റിവ്യൂവിലും ഞാൻ പറയുന്നൊരു കാര്യമാണ്, ക്ലച്ച് ഭയങ്കര ലൈറ്റാണ്.
ഗിയർ ബോക്സ് വളരെ 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 പ്രിസൈസ് ആണ്. അതായത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി അറിയാൻ പറ്റും. ഫാൾസ് ന്യൂഡൽസോ കാര്യങ്ങളൊന്നുമില്ല. അതായത് ഈവൻ ബിഗിനേഴ്സായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് പോലും പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു ഗിയർ ബോക്സ് ആണിത്. ഇനി ബാക്കി റൈഡബിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഹീറ്റിംഗ് ഒന്നും എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടില്ല. അതായത് ഒരു 150cc ബൈക്ക് എങ്ങനെ ഹീറ്റ് ചെയ്യുന്നു അതുപോലെയൊക്കെ തന്നെ ഇതിനകത്തും തോന്നുള്ളൂ. പിന്നെ റിഫൈൻമെൻറ്റ് ഇഷ്യൂസ് ഒട്ടുമില്ല. പിന്നെ ഇനി ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈവൻ കണ്ടല്ലോ വണ്ടി ഭയങ്കരമായിട്ട് ചാടുന്നുണ്ട്. അപ്പം ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും ഞാൻ രണ്ട് രീതിയിലാണ് ഞാൻ പറയുക. അതായത് ഒരു ഓഫ് റോഡ് ബൈക്കിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നും ഇതിനില്ല. നോർമൽ ബൈക്കിൻ്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ക്ലിയറൻസ് ഉണ്ട്. പിന്നെ യു ടേൺ എടുക്കാനോ ഓടിക്കാനോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം ഫ്ലിക്കബിൾ ആണ്. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് യു ടേൺ എടുക്കുന്ന ഒരു സമയത്ത് ഈ ഒരു ഹാൻഡിൽ ബാർ ഇവിടെ വന്ന് തട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൈയൊക്കെ അത്യാവശ്യം വലിയ ആൾക്കാരാണെങ്കിൽ അത് ഇതിനകത്ത് കൊടുക്കാമെന്ന് ശ്രദ്ധിക്കണം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു യൂസ് ടു ആവേണ്ട ഒരു സംഭവമാണ്. അതൊരു വലിയൊരു പ്രോബ്ലം ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി വണ്ടീൻ്റെ ഓണർഷിപ്പ് കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വണ്ടി 1,83,000 ആണ് ബാംഗ്ലൂർ ഓൺ റോഡ് വരുന്നത്. അതായത് ഹോർണറ്റ് 2.0ൻ്റെ മുകളിൽ 13,000 കൂടുതൽ. ഈ 13,000 കൊണ്ട് നമുക്ക് എന്താ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫെയറിംഗ്, അതും വൈബ്രേഷൻ ഫ്രീ ആണ്. ഹോർണറ്റിലും വൈബ്രേഷൻ ഇല്ല ഞാൻ, പക്ഷേ ഇതിനകത്തും പറയാം ഫെയറിംഗ് ആഡ് ചെയ്തതുകൊണ്ട് വൈബ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല. കുറേ കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡിങ് സ്റ്റാൻസ് ആണ്. കാരണം ഈ ഒരു ഹാൻഡിൽ ബാർ കുറച്ചുകൂടെ അടുത്തേക്ക് വന്നു. പിന്നെ സീറ്റ് കുറേ കൂടെ വെൽ പാഡഡ് ആണ്. അപ്പോൾ ആ ഒരു 13,000ൻ്റെ ആ ഒരു ബമ്പ് എന്ന് പറയുന്നത് ശരിക്കും വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ 1,83,000 നമ്മളൊരു വണ്ടി വാങ്ങുമ്പം അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു സസ്പെൻഷൻ അത്രത്തോളം പോരാ. പിന്നെ ഡുവൽ ചാനൽ ABS വരുന്നില്ല. ഒരു റോഡ് ഗോയിങ് ബൈക്കാണ്. അപ്പോൾ അത്രത്തോളം ഒരു വാല്യൂ ഫോർ മണി ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോൾ ബാക്കി സർവീസ് ഡീറ്റെയിൽസ് ഒക്കെ വരികയാണെങ്കിൽ ഹോണ്ടൻ്റെ സർവീസാണ് 1,6,000 ആണ് ചെയ്യുക. പെയ്ഡ് സർവീസ് ആണെങ്കിൽ 1,500 റുപ്പീസാണ് വരിക. പിന്നെ ഇൻ ജനറൽ പാർട്സ് ഒക്കെ ഭയങ്കര ചീപ്പാണ്. അങ്ങനെ വലിയ കോസ്റ്റൊന്നും കാര്യങ്ങളൊന്നും വരാറില്ല. മെയിൻ്റനൻസ് വളരെ കുറവുള്ളൊരു വണ്ടിയായിരിക്കും ജനറലി ഹോണ്ട എന്ന് പറയുന്നത്. ഇനി മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോർണറ്റ് 2.0 നോക്കുകയാണെങ്കിൽ ചിലർക്കൊക്കെ 40 മൈലേജ് കിട്ടുന്നുണ്ട്, ചിലർക്ക് 45 ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് ഉള്ളൊരു വണ്ടിയും കൂടിയാണ്. ഇനി നമുക്കിതിൻ്റെ ഒരു വേർഡിക്റ്റിലേക്ക് വരാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ വണ്ടി മാത്രമാണ് വാങ്ങുന്നതെന്ന് നോക്കിയിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവില്ല എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. കാരണം ഇതിനകത്ത് എനിക്ക് കുറച്ച് ഈ വണ്ടിയുടെ പോരായ്മകളൂടെ പറയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ വണ്ടി മോശമായിട്ടല്ല, വണ്ടി ടാഗ് ചെയ്ത രീതിയാണ് മാറിപ്പോയത്. ഇതിന് 200X എന്ന് ഞാൻ വിളിക്കാം. ഇതിന് വേണം 200F എന്ന് വിളിക്കാം. ടൂറിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബൈക്കാണ്. F സീരീസ് ആണ് ആക്ച്വലി പറഞ്ഞ ഹോണ്ടയുടെ ടൂറിംഗ് ഫ്രണ്ട്ലി ബൈക്ക്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സിറ്റി ബൈക്ക് വേണം, അത്യാവശ്യം നല്ല രീതിയിൽ റോഡ് പ്രസൻസ് വേണം, വളരെ റിഫൈൻഡ് ആയിട്ട് വളരെ ക്വാളിറ്റി ഉള്ളൊരു ബൈക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു ബൈക്കാണ്. ഇനി അതല്ല പില്ലിണ വെച്ച് ടൂർ ചെയ്യാനാണെങ്കിൽ ഒരു 80 to 90 കിലോമീറ്ററിലൊക്കെ ടൂർ ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുന്നൊരു സമയത്തും വളരെ നല്ലൊരു ബൈക്കാണിത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡിങ്ങിന് ഇറങ്ങുന്ന ഒരു സമയത്ത് നമുക്ക് ബാക്കി ബൈക്കുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബാക്കി ബൈക്ക് എന്ന് വെച്ചാൽ ഒരു 150cc എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്പൾസ് വെച്ച് നോക്കുകയാണെങ്കിൽ എക്സ്പൾസ് ഇസ് വേ ഹെഡ് ദാൻ ദിസ് ബൈക്ക് എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ഇത്രയും കാശ് കൊടുത്ത് നമ്മൾ വാങ്ങുന്ന ഒരു സമയത്ത് ഹോണ്ട കുഡ് ഹാവ് ഡൺ വണ്ടേഴ്സ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ ട്രാവൽ കൂട്ടായിരുന്നു, സ്പോക്ക് വീൽസ് കൊടുക്കായിരുന്നു, വീലിൻ്റെ സൈസ് കുറച്ചുകൂടെ വലുതാക്കായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യായിരുന്നു. പക്ഷേ ശരിയാണ് അതിൻ്റെ കോസ്റ്റ് അതിനും കൂടും. പിന്നെ 2 lakh 2.5 lakh എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഈ വണ്ടി വാങ്ങില്ല. ബേസിക്കലി ഒരു റോഡ് ഗോയിങ് മോട്ടോർ സൈക്കിൾ അങ്ങനെ ഞാൻ ഇതിനെ ടാഗ് ചെയ്യുള്ളൂ. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഹോണ്ട CB 200Xൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു റിവ്യൂ ആണിത്. ഈ വണ്ടി ഇത്രയും ലോങ് ആയിട്ട് കിട്ടുമെന്ന് അറിയുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് എടുത്തു വെച്ചത്. പിന്നെ എനിക്ക് തന്നെ ഇത് ഓടിച്ചിട്ടൊന്ന് ബോധ്യപ്പെടണമായിരുന്നു ഈ ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിന് മുന്നേ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ ടൈം എടുത്തിട്ട് ഈ റിവ്യൂ ചെയ്തത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ ബൈ.